ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് റെസിപ്പികൾ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുളക് മരത്തുമ്മൽ നമുക്ക് മുളക് ഉണ്ടായിക്കണം കേട്ടോ, മുന്തിരി മുളക്. നല്ല കാന്താരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചീരാമുളക് ഉണ്ടാക്കിനി അത് ഉണ്ടായി കാണുന്നില്ല, അതിന് എപ്പോഴും ഒരു പഞ്ചാള. അപ്പോൾ നമ്മൾ മുളക് ഒന്ന് നുള്ളി നോക്കിയതാട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഒന്ന് ചമ്മന്തി അരച്ചിനി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നുള്ളി വെച്ചിക്കണ്. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. നാളെ ഞാൻ റെസിപ്പി ഉണ്ടാക്കിനി, അതിൻ്റെ ബാക്കി മാങ്ങ തന്നെയാണത്. അപ്പോൾ ഇപ്പോൾ മാങ്ങക്ക് നല്ല ആദായം കേട്ടോ. നമ്മളെ നാട്ടിൽ അങ്ങാടിയിൽ നല്ല ആദായത്തിൽ കിട്ടുന്നുണ്ട്. 2-3 കിലോന് 50 ഉറുപ്പ്യ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് പെട്ട മാങ്ങയാണ്, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ നമ്മൾ കൈകിങ്ങാണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടോ, വെള്ളത്തിലൊക്കെ ഇട്ടിച്ചങ്ങാണ്ട് അതിൽ നിന്ന് വാരി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ പുറം ഇങ്ങനെ കറുപ്പ് കണ്ടാലും ഉള്ളിൽ നല്ല കേടൊന്നുമില്ല. മരുന്നൊക്കെ ഇട്ട് വരുമ്പോൾ മാങ്ങ കേട് വരില്ല കേട്ടോ. പിന്നെ വേവിച്ചുകാണ്ട് തിന്നാൻ പറ്റിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ മാങ്ങൻ്റെ തോലൊക്കെയാണ് പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഈ കാര്യം ചിലവർക്ക് അറിയുണ്ടാവില്ല, ചിലവർ പിന്നെ മറന്ന് ഇരിക്കണുണ്ടാവും. അപ്പോൾ അങ്ങ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങൻ്റെ കൂട്ടാനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ മാങ്ങാ പച്ചടിയാണ്. അപ്പം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാരം, അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ മഞ്ചട്ടിക്ക് തന്നെ ഇട്ടത് തൊലിച്ചുകാണ്ട് വെക്കണത്. അപ്പോൾ നല്ല പോത്തുകണ് ഇട്ടാ, അത്ര പോക്കാൻ പാടില്ല. അപ്പോൾ തോലുമൽ ഇങ്ങനെ അതിൻ്റെ പിന്നെ കയമ്പ് ഇങ്ങനെ പോരാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ചെറിയ അണ്ടിയാണ്, ഫുള്ള് കാമ്പാട്ടത്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം ചെത്തി തിന്നൊക്കെ ഒരു എല്ലാവർക്കും മടുത്തു തുടങ്ങിയിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാനൊന്നും പറ്റിയ മാങ്ങല്ല കേട്ടോ. പുറം ഇങ്ങനെ കറുത്ത് കാണുമ്പോൾ നമ്മൾ ആർക്കും കൊടുക്കുമ്പോൾ ഓൽക്ക് ഇഷ്ടപ്പെട്ടിന്ന് വരില്ല. പിന്നെ അങ്ങാടിയിലാണെങ്കിൽ ഇങ്ങനെ ഈ ചാർക്കും പോണം വിൽക്കാൻ വെച്ചും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടൊന്നും വേണ്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മോള് രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിനി, എനിക്കുള്ള ഉടുത്തൊക്കെ ഇട്ടാ, നിങ്ങളെ മക്കളൊക്കെ തിന്നാൻ കൊടുക്കരുത് കേട്ടോ, എനിക്കും വേണിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോയിക്കൊണ്ടിട്ടാ. അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ലേശം കേട് പോലെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുക്കാൻ പോയതാട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതവിടെ വെച്ച് കണ്ട് എവിടേക്കാ ഇപ്പോൾ ഇത് പോയിന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആളെണ്ണ എല്ലാവർക്കും വേണേനും. അപ്പോൾ അങ്ങനെ ഒക്കെ തോലൊക്കെ പൊളിച്ചുകാണ്ട് നമ്മൾ ചട്ടിയിൽ ഇതാ എടുത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ അതിക്കുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് നോക്കി. അപ്പോൾ നമ്മൾ അതിക്ക് ലേസം കല്ലുപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തുവെച്ച കാന്താരി മുളകുണ്ടല്ലോ, മുന്തിരി മുളക്, അതും ഉണ്ട്. പിന്നെ വേറൊരു 3-4 മുളകുണ്ട്. അപ്പോൾ നമ്മൾ അയൽവാസി തന്നതേ ഇട്ടത്, അതും നല്ല കാന്താരി തന്നെയാണ്. അപ്പോൾ ഈ മധുരമുള്ള മാങ്ങിയൊക്കെ ഈ എരിവ് നന്നായി ചേരുട്ടോ. അപ്പം നമ്മളിത് അതിന് നെട്ടിയൊക്കെ അടിച്ചുകാണ്ട് നമ്മൾ അച്ചലിക്കാൻ അതിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചതക്കണമില്ല, കീറണമില്ല. അപ്പോൾ ഈ കിടന്ന് കാണാണ്ട് വെന്തും ചെയ്തോളും. പിന്നെ ആവശ്യക്കാർക്കുമാണെങ്കിൽ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ മുളക് അതിക്ക് അച്ചലിക്കാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു 5-8 ഞാൻ ഇട്ടുകണ് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പോൾ നല്ല പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ടുകാണ്ട് നമ്മളത് പാകത്തിന് വെള്ളം ഒഴിച്ചുകാണ്ട് അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. ചോറ് വെന്ത അടുപ്പുണ്ട്, അപ്പോൾ അതുമ്പോൾ തന്നെ വെച്ചിക്കണം, മഞ്ചട്ടിയല്ലേ. അപ്പോൾ നമ്മളിത് അതിക്ക് ഒരു 2 പൊടി തേങ്ങ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ അതിക്ക് 1 സ്പൂണ് നല്ല ജീരകവും പിന്നെ ഒരു 5 ചെറിയ ഉള്ളിയും ഒരു 3 വെളുത്തുള്ളി ഇട്ടാ. അപ്പോൾ അതും അതിക്കിട്ട് കൊടുത്തുകാണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുണ്ട് അതിന് പാകത്തിനുള്ള വെള്ളം വെച്ചുകാണ്ട് വല്ലാതെ ഫൈനായിട്ട് അരിയണ്ട, ഒരു പാകത്തിന് ഒരു ഇടത്തരായിലുണ്ട് അരച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഉണ്ട് അരച്ച് വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ മാങ്ങ വെന്തിക്കണമെന്ന് നമ്മൾ നോക്കട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല പൂത്ത മാങ്ങയാണ്, എന്നാലും എരിവ് ഇതുണ്ടാവില്ല, വേവുണ്ടാവില്ല, കുറച്ചൊരു വേവുണ്ടാവും. ആ മധുരമൊക്കെ ഒന്ന് ഇതാകാനേ. അപ്പോൾ ആ മധുരത്തേക്ക് ഈ എരിവൊക്കെ ചെല്ലുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാൽ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അടിപൊളിയായിട്ട് വെന്തിക്കണേ. അപ്പോൾ നമ്മൾ അരപ്പൈക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരപ്പൊഴിച്ച് കൊടുത്തുകാണ്ട് നമ്മൾ അതിനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകാണ്ട് നമ്മളതുകൊണ്ട് പിന്നെ വാങ്ങട്ടെ. അപ്പം പിന്നെ അതിക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ തിളച്ചതിന് ശേഷം ആ തേങ്ങ ഒഴിച്ച് നമ്മളൊന്ന് തുള്ളല്ല, ആ തുള്ളൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാൻ നേരത്ത് തൈര് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം പിന്നെ ഈ പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ലേശം മധുരം പഞ്ചസാര കൂട്ടി കൊടുക്കട്ടെ. ഇത് പഞ്ചസാരനൊന്നും ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. അപ്പോൾ അതിക്ക് ഈ എരിവും പുളിയും എല്ലാം കൂടിയാണ് ചെല്ലുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാൽ അത് മാത്രം മതിയിട്ട ചോറ് തിന്നാൻ. അപ്പം മാങ്ങ ഉണ്ടല്ലോ അങ്ങാടിയിൽ ഇങ്ങനെ വിൽക്കണേ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടിട്ടാൽ വെല്ലോടത്തും ഉണ്ടാകുന്ന അറിയില്ല. അപ്പം മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി, ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നമ്മൾ സാധാ കഴിക്കണ ഭക്ഷണം മാത്രമല്ല, നമ്മളിങ്ങനത്തെ ഒക്കെ ഒന്നൊരു വെറൈറ്റി ഒക്കെ ഒന്ന് കഴിച്ച്
നോക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്കുള്ള വറവുണ്ടാക്കുക. അപ്പോൾ അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിക്കണേ. അപ്പോൾ പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പിച്ചിടുകയാണ് നമ്മൾ. ഒരു 2-3 വറ്റൽമുളകാൻ ഇട്ടിക്കണം. അപ്പോൾ ഈ മാങ്ങ മധുരമുള്ളതുകൊണ്ടാട്ടോ ഈ എരിവൊക്കെ അതിലേക്ക് ചേരുന്നത്. അപ്പോൾ അതൊക്കെ മുറിച്ചായിക്ക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പം ഇനി നമുക്കൊന്നുണ്ട് വറവുണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങക്ക് വലിയ വിലയൊന്നുമില്ല, വീടുകളിലൊന്നും ഇല്ലെങ്കിലും പിന്നെ വീടുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങി കൊയ്ക്കാരമായ പെയ്തിനോട് കൂടെ. അപ്പോൾ അങ്ങാടി നല്ല ഉണ്ട് കേട്ടോ. അപ്പം വലിയ വില എത്തില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ നമ്മൾ വറവൊക്കെ കൈക്കിട്ട് ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ ഈ വറവ് ഒഴിച്ചാൽ അപ്പം മൂടണം കേട്ടോ, പെട്ടെന്ന് തന്നെ മൂടി കൊടുക്കണം. അപ്പോഴാട്ട് അതിൻ്റെ ടേസ്റ്റ് നിൽക്കൽ. അപ്പം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമേ നമ്മളത് തുറക്കാൻ പാടുള്ളൂ. കയ്യിലുകൊണ്ട് ഇളക്കി ഒന്നും ചെയ്യരുതിട്ട്. അത് അറിയാത്തവരുണ്ടോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയതാട്ടെ, നമുക്കൊന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നിട്ടാ. അപ്പോൾ പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ചോറ് വെച്ച് ഞാൻ ഒടുവിനെ വെക്കുള്ളൂ കേട്ടോ, എനിക്ക് അപ്പോഴേ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചോറൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ആകുമ്പോൾ നമുക്ക് ചോറിനോടൊരു ഭയങ്കര ഒരു വിശപ്പ് ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങച്ചട്ടിയൊക്കെ കാലിയായി തുടങ്ങി കേട്ടോ. ഇനി എനിക്കും എൻ്റെ മോക്കുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ എടുത്തില്ല കേട്ടോ. പോക്ക് വേണമെന്ന് ഓൾ പറഞ്ഞതുകൊണ്ട് പോക്കാണ് ഓൾ പിന്നെ പിറ്റേന്നും പറയണേ. അതിങ്ങനെ പൂതിയാവുക തിന്നാൻ, നിങ്ങൾ ഒരിക്കലും കൂടി ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടാ. അപ്പോൾ നമ്മൾ പിന്നെ മീനും ഇതൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇടയ്ക്കൊരു മാറ്റം നല്ലതല്ലേ. അപ്പം നമ്മളെ വീടുകളിൽ അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഈ ഓണത്തിനൊക്കെ ഉള്ളത് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഈ മാങ്ങക്ക് വിലയാണ് ഇക്കാരം. അപ്പോൾ ഇപ്പം പിന്നെ വലിയ വിലയില്ലല്ലോ, അതുകൊണ്ടാട്ടെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറയിപ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വൈകുന്നേരം ഇട്ടില്ല, ഞാൻ ഉച്ചയ്ക്ക് ലേശം ഗോതമ്പ് നുറുക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ ചിലയിടത്തൊക്കെ ഉണ്ടാവും ഇക്കാര്യം ഈ അംഗൻവാടിയിൽ നിന്നൊക്കെ ചെറിയ മക്കളുള്ളിടത്തൊക്കെ ഒരു 6 മാസം പോരെ കുട്ടികൾക്ക് 6 മാസം ഗർഭിണികൾ പ്രസവിക്കണത് വരെ അതും കിട്ടും. 6 മാസം കുട്ടികൾക്ക് ആവോളം ഈ ഗോതമ്പ് നുറുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാകുന്നാവാം. അപ്പോൾ അതിങ്ങനെ ആരത്തേലും ഉണ്ടെങ്കിൽ അതൊന്ന് നല്ല കൈകീൻ രസം 1-2 വട്ടമൊക്കെ കൈകാണ്ട് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ 2 മണിക്കൂർ നേരത്തെ ഒരു പൊതിർച്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടൊക്കെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അതിക്ക് നല്ല തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് മാവിട്ട് അരച്ചെടുക്കട്ടോ. അപ്പോൾ 2 മണിക്കൂർ കൂടുതൽ വെള്ളത്തിലിട്ടാൽ പിന്നെ ഒരു പുളിപ്പൊക്കെ വരും കേട്ടോ. 2 മണിക്കൂർ കൂടുതലാവരുത്. അതിന് ശേഷം പിന്നെ അരക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ കയറ്റെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അത്ര പൊതിർച്ചേ അതുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പിന്നെ അപ്പെന്നും പറയാം, ദോശയെന്നും എങ്ങനെയും പറയട്ടെ, പത്തിരിന്നാ എങ്ങനെയും പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പറ്റി മടുക്കുമ്പോഴേ അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ഇടയ്ക്കൊരു നല്ലതാട്ടത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഒന്നും കറിൻ്റെ ഒന്നും ആവശ്യത്തിനില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പിന്നെ ഗോതമ്പ് നുറുക്കൊക്കെ കൊടുന്നതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. ചിലരൊക്കെ ഉണ്ടാക്കലുണ്ടാവും ഇക്കാരം, ചിലർക്ക് കറി ഉണ്ടാവില്ല. അങ്ങനെ ചിലരത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇക്കാരം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇനി തേങ്ങ പറ്റാത്തവരാണെങ്കിൽ പിന്നെ ഇഞ്ചി, വെള്ളുള്ളി, വലിയ ഉള്ളി ഒക്കെ ഇക്കരിഞ്ഞിട്ടാൽ അങ്ങനെ ഉണ്ടാക്കാം. തേങ്ങ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാരണം ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ പിന്നെ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഒന്ന് ഈ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തിയും ചുട്ടൊക്കെ മടുക്കുമ്പോൾ നല്ലതാട്ടാ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.